ആൻറ്റി എത്ര കപ്പലെന്നാണ് അടിപൊളി. ഒന്ന് രണ്ട് ചെറിയ ബോട്ടുകൾ. മോളെ ഒരു മിനിറ്റ് മോളെ. ನಾನು ಬೋರ್ಡೇ ഫ്രണ്ടിൽ പോയല്ലോ. അതെ ഇങ്ങനെ വാ. നേരത്തെ ഇറങ്ങിക്കണം. പിന്നെ ദാഹിക്കും ദണ്ടയ്ക്കും. ചെരുപ്പെടുക്കണം. പിന്നെ ടിക്കറ്റ് ഇത് അടിപൊളിയാണ്. ആ തിരമാല നോക്കണം അല്ലേ? പുതിയ എക്സ്പീരിയൻസ് അല്ലേ അല്ലേ? അതായത് വീണ്ടും ഓർക്കും നമ്മുടെ വീട്ടിൻ്റെ അടുത്ത്. ആൻറ്റി ഒരു നമുക്കാണെങ്കിൽ ആൻറ്റി ഒരു 2 വീലർ എടുത്തോണ്ട് ഓടിഞ്ഞ് വന്നത് ഇത്തിരി സ്കൂളിൽ ഗസ്റ്റ് ലെക്ചറായിട്ട് പഠിപ്പിച്ചിട്ട് ഒന്ന് റിലാക്സ് ആയിട്ട് വിട്ടിക്കും അല്ലേ? വേറെ ട്രെയിൻ ടിക്കറ്റ് എടുക്കണ്ട, പ്ലെയിനിൽ കയറണ്ട, ഓൺ ഡിസ്ട്രിക്റ്റിൽ. വൈകുന്നേരം സായാഹ്ന സമയത്ത് ഒരു അന്തി ചർച്ച പോലെ അല്ലേ? പ്രകൃതിയുടെ ഒരു ബ്യൂട്ടി ഇഷ്ടപ്പെട്ട എൻ്റെ സ്റ്റുഡൻ്റ് ആണ്. ഓ അത് ശരി. പിന്നെ ഇതുപോലെ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മളെ പഠിപ്പിച്ച സ്റ്റുഡൻസ് ടീച്ചിങ്
ആൻറ്റിക്കാണെങ്കിലും തോന്നുമല്ലോ, ആൻറ്റി പഠിപ്പിച്ച സ്റ്റുഡൻസിനെ അല്ല ആൻറ്റി? ആൻറ്റി അങ്കിൾ എവിടെ ആൻറ്റി? അങ്ങനെ നാം വിഴിഞ്ഞം കടപ്പുറത്തിൻ്റെ ആഴിമല കടപ്പുറത്തിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. വായിച്ചു ആൻറ്റി എങ്ങനെ, ഹൗ യു ഫീൽ? അടിപൊളി. ദോശ ആൻറ്റി അങ്ങോട്ട് നോക്കണേ. അല്ലേ ശരിക്കും ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അല്ലേ? പിന്നെ ഒരു കാര്യമുണ്ടല്ലേ, നമ്മൾ ഈ ടീച്ചിങ് ഫീൽഡിലായിരിക്കും നമ്മൾ പഠിപ്പിച്ചുള്ള എന്ന് വെച്ചാൽ എവിടെയെങ്കിലും വെച്ച് ആരെങ്കിലും ഒരുപാട് പുത്രന്മാരും പുത്രിമാരും. നമ്മൾ പഠിപ്പിച്ചവരൊക്കെ നിലനിർത്തുമ്പോഴും പണ്ട് ശ്രീനിവാസം പറയും പോലെ നമ്മൾ സംവിധാനവും തിരക്കഥയൊക്കെ പഠിപ്പിച്ചവരൊക്കെ ഓരോ നിലയിലെത്തുക നമുക്കൊരു ആശ്വാസമല്ല. എന്തോ കാക്ക ഇതൊക്കെ, അല്ല ഒരു കാക്കയിൽ നോക്കുന്നോ? അതാണ്ട് എവിടെ? തികച്ചൊരു വേറിട്ട കാഴ്ച അല്ലേ? ഇതുപോലെ ഏതെങ്കിലും സ്റ്റുഡൻസിനെ പഠിപ്പിച്ചിട്ട് മോഹൻലാലിനെ പോലെ ഇങ്ങോട്ടും കയറി വന്നത്. സൺസെറ്റൊക്കെ കണ്ടിട്ട് പതുക്കെ സ്കൂട്ടർ എടുത്ത് ഒറ്റ ഒന്ന് നടന്നതായി. ഇനി ഇവിടെ കോഴിക്കോടാണെങ്കിലും ട്രിവാൻഡ്രം ഉള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സമുദ്ര തീരം ഉള്ളതുണ്ട്. പ്രത്യേകിച്ച് നമ്മളെ ട്രിവാൻഡ്രം തെക്കറ്റമാണ്. ഇത് കഴിഞ്ഞാൽ തമിഴ്നാടാണ്. നമുക്ക് തമിഴ്നാട് പോകാൻ എളുപ്പമാണ്. ഇവിടുന്ന് വെറും 32 കിലോമീറ്റർ പോലും ഇല്ല തമിഴ്നാട് ബോർഡർ. അപ്പം ആൻറ്റി വയനാട് നിന്ന് അപ്പോൾ പറയും, എടാ മോനെ പുട്ടിന് പഴം ഇവിടെ നോക്കി, അത് കർണാടകയിൽ നിന്ന് നോക്കി എന്നാൽ പോയി വന്നോട്ടോ. അപ്പം മാവ് ഇവിടെ നോക്കി, മാവ് കേരളത്തിൽ നോക്കി. അപ്പോൾ പിന്നെ മറ്റേത് ഇവിടെ നോക്കി, അത് തമിഴ്നാട് നോക്കാം. കാരണം ട്രൈ സ്റ്റേറ്റ് ബോർഡറല്ലേ, ഇവിടെ 2 സ്റ്റേറ്റ് ബോർഡറാണ്. വേണ്ട അതുകൊണ്ട് ആ ഡയറക്ഷനിലാണ് കളിക്കവള, പാറശാല, കളിക്കവള, പിന്നെ കന്യാകുമാരി. നമുക്ക് ഇവിടുന്ന് നോർത്തിൽ പോകുന്നതിനേക്കാളും സൗത്ത് തമിഴ്നാടേക്ക് കിടക്കുന്നതാണ് കൂടുതൽ അഭികാമ്യം. എളുപ്പം അതാണ്. അപ്പം നമ്മൾ വന്നില്ലേ ആൻറ്റി ഹൈവേ, അതുപോലെ നല്ല വേറെ തിരക്കുകളൊന്നുമില്ല. ചെറിയ ട്രാഫിക്കോ സംതിങ് ഒക്കെ ഉണ്ടെന്നുള്ള അല്ലാതെ ഒരു പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്തു പോകും. ആണ് പിന്നെ ഒരു കാര്യം, ഇപ്പം കടൽക്ഷോഭം അല്ലല്ലോ ആൻറ്റി, മഴക്കാലമോ അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭം അല്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ആൻറ്റി ഇങ്ങോട്ട് തിരിഞ്ഞ് അത് എൻജോയ് ചെയ്യാൻ പറ്റും. ഇതാണ് എൻ്റെ കോർ ബിന്ദു എന്ന് പറയുന്നത് അല്ലേ? KJ യേശുദാസങ്കളും കൊച്ചിക്കാരനാണ്. പക്ഷെ അദ്ദേഹം പാട്ട് പാടുമ്പോൾ നല്ല സംസ്കൃതവും മലയാളമൊക്കെ സ്ഫുടമായിട്ട് പറയുമ്പോൾ അത് കഴിഞ്ഞ് ചേട്ടാ എങ്ങടാ. പക്ഷെ പുള്ളി മറ്റേ അല്ലേ ആ പാട്ട് പാടുന്നു, അത് പാടുമ്പോൾ അത് വേറെ. പിന്നീടാണ് അങ്ങനെ പോകും. പക്ഷെ പുള്ളി സംസാരിക്കുമ്പോൾ ചേട്ടാ എങ്ങടാ എന്താ. അത് കഴിഞ്ഞ കൊച്ചു വെച്ചു ഒരിക്കൽ തിലകൻ്റെ കൂടെ പുള്ളിക്കാരൻ പ്ലെയിനിൽ ഇരുന്നപ്പോൾ ചോദിച്ചു, ചേട്ടൻ ഈ ആക്ച്വലി സംസ്കൃതവും മലയാളവും നല്ല സ്ഫുടമായിട്ട് പാടും, പക്ഷെ ചേട്ടൻ സംസാരിക്കുമ്പം ചേട്ടൻ എങ്ങടാ തിലകൻ ചേട്ടൻ എങ്ങടാ. അപ്പോൾ എൻ്റെ പൊന്നുവൻ എനിക്കറിഞ്ഞൂടാ. നമുക്ക് ആ ഒരു കാരണഭൂതൻ്റെ അനുഗ്രഹം കൊണ്ട് ആ പാടുന്ന സമയത്ത് നല്ല ഒരു ഒഴുക്കോടെ വരും. അത് കഴിയുമ്പോൾ പുള്ളി ഒരു കൊച്ചിക്കാരനെ പോലെ. അല്ല അദ്ദേഹം കൊച്ചിക്കാരനാണ്, എറണാകുളം. ഇപ്പം പക്ഷേ 5 വർഷം കൊണ്ട് കോവിഡ് കഴിഞ്ഞ ശേഷം, കോവിഡിന് ആ കാലഘട്ടം തൊട്ട് അമേരിക്കയില്, ഈ ഒരു 5 വർഷം കൊണ്ട് അമേരിക്കയിലാണ്.
അമ്മ ചിലപ്പോൾ ഇതിൻ്റെ കൂപ്പൺ മേടിക്കാൻ വേണ്ടി പോയതാണ്. എന്തായാലും ഞാൻ നോക്കിയിട്ട് വരാം. നടുവത്തിൽ കൂടി പോകും. ഇഷ്ടപ്പെട്ടാങ്ങളെ സ്ഥലങ്ങളൊക്കെ? അടിപൊളിയല്ലേ? ഞാൻ പോയിട്ട് വരാം. ശരിയായി